ഫിനിഷാണ് ഈ ഇൻഡയറക്റ്റ് TPMS അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഒരു സെൻസർ പോലും ഇല്ലാതെ എന്നാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് കേട്ടോ. ഏതൊരു വാഹനത്തിനും കമ്പനി റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു ടയർ പ്രഷർ ഉണ്ട്. ഈ ടയർ പ്രഷർ ഒന്ന് മാറുമ്പോഴാണ് TPMS സെൻസ് ചെയ്ത് അത് ക്ലസ്റ്ററിൽ നമുക്ക് വാർണിംഗ് ആയിട്ട് തെളിയിക്കുന്നത്. കമ്പനി റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു ടയർ പ്രഷറിൽ ഓടുന്ന വാഹനമാണെന്നുണ്ടെങ്കിൽ അതിന്റെ ടയറിന്റെ ഒരു സ്കെയിൽ വെച്ച് ഒരറ്റത്ത് നിന്ന് മറ്റത്തോട്ട് ഡയാമീറ്റർ വെച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു അളവിനാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പഞ്ചറായി കഴിഞ്ഞാൽ ഇതിന്റെ ഡയാമീറ്റർ ചുരുങ്ങും. പഞ്ചറായി കഴിഞ്ഞാൽ അറിയാലോ ഇത്ര ആയിരിക്കും. പക്ഷേ ഈ ഒരു ഡയാമീറ്ററിൽ ഒരു തവണ തിരിയുന്ന സമയം പോരാ കമ്പനി റെക്കമെൻഡ് ടയർ പ്രഷറിൽ ഓടുന്ന ഈ ഒരു അളവിന്. ഒന്നും കൂടെ എളുപ്പമായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഒരു ഓട്ടോറിക്ഷയുടെ ടയർ ഒരു തവണ കറങ്ങി വരേണ്ട സമയം പോരാ ഒരു JCBയുടെ ടയർ ഒരു തവണ കറങ്ങി വരാൻ. അപ്പോൾ ആ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു ഫ്രണ്ട് റൈറ്റിലെ വീലാണ് പഞ്ചറായിരുന്നുണ്ടെങ്കിൽ 3 വീലും ഒരു സ്പീഡിലും ഈ ഫ്രണ്ടിലെ റൈറ്റിലെ സ്പീഡ് ഒന്നും കൂടെ വേഗത്തിൽ തിരിയും, കാരണം ഡയമീറ്റർ ചെറുതായി. അപ്പോൾ ഈ ഒരു വ്യത്യാസം മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് ഇത് വീൽ സ്പീഡിന്റെ ഹെൽപ്പോട് കൂടി ആ ഒരു ടയർ പഞ്ചറായിട്ടുണ്ട് എന്നാൽ ഇൻഡയറക്റ്റ് TPMSന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഡയറക്റ്റ് TPMS കുറച്ചും കൂടെ ഫാസ്റ്ററാണ്. പക്ഷേ ഇൻഡയറക്റ്റ് TPMSന് മറ്റ് ചിലവുകളോ അങ്ങനെ കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങളോ സെൻസേഴ്സ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഇതാണ് രണ്ട് തമ്മിലുള്ള മാറ്റം കേട്ടോ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.